ഈ അതായത് MT സാറിന്റെ സ്ക്രിപ്റ്റിൽ തന്നെ ജാനകിക്കുട്ടി ആ മൂവി ചെയ്തു. അതെനിക്ക് തോന്നുന്നു നാഷണൽ അവാർഡ് കിട്ടാനുള്ള രീതിയിലുള്ള അങ്ങനെ നോമിനേഷനിലൊക്കെ പോയി. അതുകൊണ്ട് എനിക്ക് കിട്ടിയിരുന്നു, സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നാഷണൽ ക്രിട്ടിക് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരിക്കലും എനിക്ക് തോന്നുന്നു ഗൗരി എന്തായാലും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആൻഡ് ആ സിനിമ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ചൂസ് ചെയ്തതായിരുന്നു. അല്ല, ഒരിക്കലും അല്ല. ജാനകിക്കുട്ടിയൊക്കെ എൻ്റെ ഭാഗ്യം എന്ന് പറയുന്ന പോലെ സംഭവിച്ചതാണ്. അന്ന് അത് അത്രയും റിയലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, എന്തൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളതെന്ന്. കാരണം ജാനകിക്കുട്ടിയിൽ കണ്ടു നോക്കിയാൽ അറിയാം, ഒരുവിധം എല്ലാം ഫ്രഷ് ഫേസസ് അല്ലേ. അപ്പോൾ അവര് അതിനു വേണ്ടിയുള്ള ആളുകളെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതേ ടീമിന്റെ കൂടെ ആയിരുന്നല്ലോ ഞാൻ ഒരു വടക്കൻ വീരഗാഥ ചെയ്തത്. വന്ന് കാണാമോ, ഞങ്ങളെല്ലാവരും ഉണ്ട്, പഴയ ടീമിനെ കാണാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് കാണാം. കണ്ടു കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചത് അഭിനയം. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഇതേലും നിങ്ങളെ കാണാൻ വേണ്ടി വന്നതല്ലേ. ഇല്ല, നമുക്കൊന്ന് ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. അപ്പൊ അവാർഡ് കിട്ടിയ സമയത്തുള്ള ഒരു ഫീൽ എന്തായിരുന്നു? നാഷണൽ അവാർഡാണ്. അതെ, അത് ഞാൻ പഞ്ചാബി ഹൗസിന്റെ ഷൂട്ടിന്റെ സെറ്റിലായിരുന്നു. അന്ന് മൊബൈൽ ഫോണൊന്നും അധികം ഇല്ലാതിരുന്നൊരു സമയം. ന്യൂസ് പേപ്പറിൽ അറിയാം. പിന്നെ ഞങ്ങൾ ആ ഷൂട്ട് ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു കോമൺ ലാൻഡ് ഫോൺ ഉണ്ട്. അപ്പം ആർക്കെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കണമെങ്കിലൊക്കെ ആ ലാൻഡ് ഫോണിലാണ് എല്ലാവരും വിളിക്കുക. അപ്പം ഞങ്ങൾ അതുപോലെ പഞ്ചാബി ഹൗസിന്റെ, ഇഫ് യു റിമെമ്പർ, ആ ഒരു പഞ്ചാബി ഹൗസിൻ്റെ അകത്തായിരുന്നു അന്ന് ഷൂട്ട്. അന്ന് എല്ലാ ആർട്ടിസ്റ്റുകളും ഉള്ള ഒരു സമയത്തായിരുന്നു, ദിലീപ് ക്ലൈമാക്സ് എടുക്കുന്ന സമയത്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് I think 10 days കഴിയുമ്പോൾ ഞാൻ മയിൽപീലിക്കാവ് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഇതിൽ. അപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഫോൺ വരും. അപ്പം ഫോൺ വരിക എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ഫോൺ വരുള്ളൂ. സോ ഷൂട്ട് സഡൻലി നിർത്തിയിട്ട് ഫോൺ വന്നപ്പോൾ പറഞ്ഞു എനിക്കുള്ള ഫോണാണ്. അപ്പം ഞാൻ എനിക്ക് അത് ഓക്കെ, ഡയറക്ടറെ വിളിക്കുന്നു അല്ലെങ്കിൽ അവിടുത്തെ ദിലീപേട്ടൻ അങ്ങനത്തെയുള്ള ആർട്ടിസ്റ്റുകളെ വിളിക്കുന്ന മനസ്സിലായി. എനിക്കുള്ള ഫോണാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ടെൻഷനായി. അപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു മിക്കവാറും നിന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയതെന്ന് വിളിച്ചു. കാരണം ഇത്രയും കാലമായിട്ട് കോളേജിൽ കയറിയിട്ടില്ലല്ലോ. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിന്നെ പുറത്താക്കിയതിനുള്ള വിവരം അവർ ഫോൺ വിളിച്ച് പറഞ്ഞു, അങ്ങോട്ട് വരിക വേണ്ട എന്ന് വിളിച്ച് പറയാനായിരിക്കും, പോയി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പോയി അറ്റൻഡ് ചെയ്തപ്പം എൻ്റെ മയിൽപീലിക്കാവിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു ദിനേശ് പണിക്കർ. ഇതൊരു ഒരു 11 മണി ആ ഒരു സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു കൺഗ്രാജുലേഷൻസ്. ഞാൻ പറഞ്ഞു കൺഗ്രാജുലേഷൻസ് എന്തിന്, അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു അറിഞ്ഞില്ല, ചുമ്മാ. ഞാൻ പറഞ്ഞു അല്ല എന്താന്ന് അറിഞ്ഞില്ല, നിങ്ങൾക്ക് നാഷണൽ അവാർഡുണ്ട്. ഞാൻ ചോദിച്ചു എന്തോ നാഷണൽ അവാർഡുണ്ട്? ഞാൻ ചോദിച്ചു എന്തിന് നാഷണൽ അവാർഡ്? ജൂറി മെൻഷൻ അവാർഡുണ്ട് എന്ന് സ്വന്തം ജാനകിക്കുട്ടിയിൽ. അത് ഞാൻ ഫോൺ വെച്ച്, അന്നും ഈ അവാർഡിന്റെ വലിപ്പം എനിക്ക് അറിയില്ല.